ജില്ലയിലെ 2 സ്കൂളുകളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ സംയുക്ത സ്ക്വാഡ് രൂപീകരിച്ച് എല്ലാ സ്കൂളുകളിലും പരിശോധന നടത്തുമെന്ന് ജില്ലാ കളക്ടർ വി.ആർ. വിനോദ് പറഞ്ഞു. ഭക്ഷ്യസുരക്ഷ, ആരോഗ്യം, പൊതുവിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായാണ് പരിശോധന നടത്തുകയെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പാചകപ്പുര, പാത്രങ്ങൾ, വാട്ടർ ടാങ്ക്, ടോയ്ലറ്റുകൾ, ഉച്ചഭക്ഷണ സാമഗ്രികൾ തുടങ്ങിയവ പരിശോധിക്കും. ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കുമെന്നും കളക്ടർ പറഞ്ഞു. മത്സ്യം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഐസ് ഉപയോഗിച്ച് ഓഡിറ്റോറിയങ്ങളിലും മറ്റും വെൽക്കം ഡ്രിങ്ക് തയ്യാറാക്കുന്നത് ജില്ലയിൽ മഞ്ഞപ്പിത്തമടക്കമുള്ള രോഗങ്ങൾ പടരാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇത് തടയാൻ ഓഡിറ്റോറിയങ്ങളിലും മറ്റു ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തും. ലൈസൻസ് ഉള്ള കാറ്ററേഴ്സ് മാത്രമേ ഓഡിറ്റോറിയങ്ങളിൽ ഭക്ഷണം തയ്യാറാക്കാൻ പാടുള്ളൂ എന്നും കളക്ടർ നിർദ്ദേശിച്ചു. സ്കൂളുകളിലെ ഭക്ഷ്യവിഷബാധ തടയാൻ ന്യൂൺമീൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ കൃത്യമായ നിരീക്ഷണം വേണമെന്നും നിശ്ചിത ഇടവേളകളിൽ പരിശോധന നടത്തുമെന്നും പി. അബ്ദുൾ ഹമീദ് എം.എൽ.എ. ആവശ്യപ്പെട്ടു. ജില്ലയിൽ മഴക്കാലപൂർവ്വ ശുചീകരണം ശരിയായി നടന്നിട്ടില്ലെന്നും ഇതാണ് മഞ്ഞപ്പിത്തമടക്കമുള്ള രോഗങ്ങൾ പടർന്നുപിടിക്കാൻ ഇടയാക്കിയതെന്നും എം.എൽ.എ. പറഞ്ഞു. യോഗത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ. മണികണ്ഠൻ, പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി, അസിസ്റ്റന്റ് കളക്ടർ വി.എം. ആര്യ, ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി. ജ്യോതിമോൾ, വിവിധ വകുപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. Happy moments, timeless creations. Wedding collections from Kavita Gold and Diamonds.